നോട്ട് ഓൾ പിഗ്മെന്റേഷൻ ഈസ് ദ സെയിം, സോ ദ ഇൻഗ്രീഡിയൻറ്റ് ഷുഡ് നോട്ട് ബി ദ സെയിം. അതായത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫേസ് പിഗ്മെന്റേഷനെ പറ്റിയാണ്. എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ അല്ല വരിക, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ ആണ് വരിക. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയന്റ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ടൈപ്പ് ഓഫ് കൺസേൺ എന്താണ് അതിന് മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ റാൻഡംലി മാർക്കറ്റിൽ പിഗ്മെന്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം ചുമ്മാ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ അത്ര ഭാഗ്യം വേണം അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ. സോ ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് മൊത്തം ഞാൻ ഡിഫറെന്റ് പാർട്സ് ആയിട്ടായിരിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൽ ഞാൻ പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും പറയുക. അപ്പൊ നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക, നിങ്ങളുടെ സിംറ്റംസുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് പറയും, അതായത് അതിന്റെ എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും ഞാൻ പറയുക. അതായത് ഇപ്പൊ ടയർ 1 ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും പറയാം. ടയർ 2 ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ ഇൻഗ്രീഡിയൻസ്, അതായത് കുറച്ചുകൂടെ ആദ്യം ടയർ 1 അത്ര എഫിഷ്യന്റ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും മൈൽഡ് പിഗ്മെന്റേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ടയർ 3 ഈ ടയർ 1 ടയർ 2 ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ് തരുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റിയായിരിക്കും. ആൻഡ് ടയർ 4 സപ്പോർട്ടിങ് ഇൻഗ്രീഡിയന്റ്, അതായത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന്റെ കൂടെ ഈ പർട്ടിക്കുലർ സാധനം കൂടെ ഒന്ന് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ വിസിബിൾ റിസൾട്ട് കിട്ടും എന്നുള്ള ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയന്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടയേഴ്സ് ആയിട്ടായിരിക്കും പറയുക. ആൻഡ് ഇൻ പാർട്ട് 3 ഞാൻ പറയാൻ പോകുന്നത് ഇത് നമുക്ക് എങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം, അതായത് ഇന്ന കൺസേണിന് ഏത് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ളതായിരിക്കും. ആൻഡ് പാർട്ട് 4 DIYs ആണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ DIYs വിച്ച് ഐ ലവ്. ഞാൻ യൂഷ്വലി ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള നമുക്ക് സേഫ് ആയിട്ട് വീട്ടിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് DIYs ഇല്ല, അതിനെ പറ്റിയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വലിയ കാര്യമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് പോയതാ. ഭയങ്കര വെയിൽ, എനിക്കങ്ങനെ ഈ വെയിലൊന്നും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ റൂമിൽ ഇരുന്ന് തന്നെ പറയാം, അതാകുമ്പോൾ വിയർക്കില്ലല്ലോ. അപ്പൊ ഇതിൽ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഈസ് അബൌട്ട് ബ്രൈറ്റനിങ് കൺസേൺസ്. നമുക്ക് പല ടൈപ്പ് ഓഫ് കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യത്തേത് ടാനിങ്, സൺ ഇൻഡ്യൂസ്ഡ് പിഗ്മെന്റേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ കണ്ടിന്യൂസ് സൺ എക്സ്പോഷർ കാരണം നമ്മുടെ ഫേസോ അല്ലെങ്കിൽ സൺ എക്സ്പോസ്ഡ് ആവുന്ന ഏതെങ്കിലുമൊക്കെ പാർട്സ്, കൈയോ കാലോ ഒക്കെ ടാൻഡ് ആവുന്നത്, ഒരു 2 ഷെയ്ഡ്സ് ഡാർക്കർ ആവും നമ്മൾ സാധാ സ്കിൻ ടോണിനെ കാലം. പെട്ടെന്ന് അറിയാൻ പറ്റും, നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നല്ല രീതിയിൽ ടാൻ അടിച്ചിരിക്കുന്നതെന്ന്. ഈ സാധനം പെർമനന്റ് ആയിട്ടുള്ള സംഭവമല്ല, വളരെ ടെമ്പററി ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ ഇത് സുഖമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇതാണ് ടാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഡൾ സ്കിൻ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ. ഇത് എങ്ങനെയാ വരിക? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്ന കാരണം ഡൾ സ്കിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫുഡിന്റെ, അതായത് ഓവർ ഷുഗർ ഇൻടേക്ക്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുക, ഫ്രൈഡ് ഫുഡ്സ് ഒരുപാട് കഴിക്കുക, ഓയിലി ഫുഡ്സ് ഒരുപാട് കഴിക്കുക, റൈസ് ഇല്ല, ചോറ് ഒരുപാട് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡൾനെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെഡ് സ്കിൻ സെൽസ് ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിലും ഡൾ സ്കിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്കിൻ എങ്ങനെയാ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റൻ ആയിട്ട് കാണും. അതായത് ഒരു ലൈഫ്ലെസ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, ചത്ത പോലെ ഇരിക്കുക, ഒരു ഉഷാറില്ല എന്നൊക്കെ തോന്നില്ലേ, ഒട്ടും റേഡിയൻസ് കാണില്ല, ഒട്ടും ഗ്ലോ കാണില്ല, അതായിരിക്കും സ്കിന്നിന്റെ അവസ്ഥ. അതാണ് ഡൾ സ്കിൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് മൈൽഡ് പിഗ്മെന്റേഷൻ, അതായത് ഡാർക്ക് സ്പോട്ട് അല്ല, നിങ്ങൾക്ക് ലൈറ്റ് സ്പോട്ട്സ് കാണും, ലൈറ്റ് ആയിട്ടുള്ള മാർക്കുകൾ ഇങ്ങനെ കാണും. നമുക്ക് അതിന് വേണമെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സൺ ഡാമേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് ഈ മൈൽഡ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫുള്ളി റിവേഴ്സിബിൾ ആണ്, നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മൈൽഡ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ ഈ 3 നമുക്ക് ഈസിലി നമ്മൾ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ പെട്ടെന്ന് മാറുന്ന സാധനങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കഷ്ടപ്പാടാണൊന്ന് മാറിക്കിട്ടാനായിട്ട്. അപ്പൊ അതില് നാലാമത്തേന്ന് പറയുന്നത് PIH, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആക്നെ മാർക്സ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് ഡ്യൂ ടു പിമ്പിൾസ് എന്ന് നമുക്ക് പറയാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആക്നി വന്നു പോയി കഴിയുമ്പോൾ ഈ മാർക്സ് ഇങ്ങനെ ലീവ് ഓൺ ചെയ്തിട്ടായിരിക്കും പോവുക. കുറെ റീസൺസ് കാരണമാണ്. ഒന്ന്, ആക്നി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് തൊടുന്നുണ്ടെങ്കിൽ ഈ മാർക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്നി പൊട്ടുകയാണെങ്കിൽ, പിമ്പിൾ വന്ന് പൊട്ടില്ലേ, അങ്ങനെ പൊട്ടി മുറിവ് വരികയാണെങ്കിൽ ഈ മാർക്സ് ഇങ്ങനെ ലീവ് ഓൺ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാരണത്താൽ ചിലതൊക്കെ ചില മാർക്സ് എന്ന് പറഞ്ഞാൽ ആക്നി വന്ന് പോയി ഇപ്പൊ വന്നിട്ടുള്ള മാർക്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും, വലിയ താമസം എടുക്കില്ല. പക്ഷെ കുറെ നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മാർക്സ് ആണെങ്കിൽ ചിലപ്പോൾ പ്രൊസീജിയേഴ്സോ ട്രീറ്റ്മെന്റ്സോ ഒക്കെ വേണ്ടി വരും. അപ്പൊ അത് എങ്ങനെയാണ് ആക്നെ വന്നു പോയിട്ട് എത്ര നാളായി എന്നനുസരിച്ചിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ,
ഇനി അഞ്ചാമത്തതെന്ന് പറയുന്നത് മെലാസ്മ. മെലാസ്മ എന്ന് പറഞ്ഞാൽ ലാർജർ പാച്ചസ് ആയിട്ടായിരിക്കും വരിക. ഇങ്ങനെ വട്ടത്തിൽ ലാർജർ പാച്ചസ് ആയിട്ട് സിമെട്രിക്കൽ ആയിട്ട് വരും. ഈ സൈഡിൽ വരും. അതുപോലെ തന്നെ നെറ്റിയിൽ ഈ സൈഡിൽ വരും, ആ സൈഡിൽ വരും. അപ്പൊ അങ്ങനെ സിമെട്രിക്കൽ ആയിട്ടായിരിക്കും വരിക. ഇത് ഹോർമോണൽ പിഗ്മെന്റേഷൻ ആണ് കൂടുതലും വരുന്നത്. ഈ മെനോപോസ് കഴിഞ്ഞവർക്കൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മെലാസ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞവർക്കൊക്കെ മെലാസ്മ കാണാറുണ്ട്. അപ്പം ഇത് എങ്ങനെയാ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി നമ്മൾ സൂക്ഷിച്ച് കളിക്കേണ്ട കാര്യമാണ്. ഹൈഡ്രോക്വിനോയിൻ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ മെലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് സൺ പ്രൊട്ടക്ഷൻ അടിപൊളിയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സൺ എക്സ്പോഷറിൽ ഈ മെലാസ്മ ഭയങ്കരമായിട്ട് ഡാർക്കൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ് മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി ആറാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഏജ് സ്പോട്ട് എന്ന് പറയും. ഇത് ലോങ് ടേം സൺ എക്സ്പോഷർ കാരണം വരുന്നതാണ്. കുറെ നാൾ നിങ്ങളിങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വെയിൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തിൽ ഇങ്ങനെ കറുത്ത കുത്തുകൾ വരും. അത് കറക്റ്റ് നല്ല ഷേപ്പുള്ള കുത്തുകളായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കുത്തുകൾ വന്നിട്ടുണ്ടായിരിക്കും. അത് ഈ ഓവർ സൺ എക്സ്പോഷർ കാരണമാണ്. ഇത് മാറാൻ കുറച്ച് പാടുള്ള സാധനമാണ്. പക്ഷെ പ്രോപ്പർ കെയറിലും ട്രീറ്റ്മെന്റിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ മാറ്റിയില്ലെങ്കിലും ഈവൻ പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറ്റിക് പിഗ്മെന്റേഷൻ ആണ്. ഇത് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതായത് ഈവൻ വിത്ത് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് വെച്ച് പോലും നമുക്ക് ഫുള്ളി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ജനറ്റിക് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. കൂടുതലും കണ്ടുവരുന്നത് അണ്ടർ ഐ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ പെറിയോറൽ, ഈ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ ആയിട്ടായിരിക്കും കണ്ടുവരിക. അപ്പൊ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നല്ലാത്ത ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇതിന് ഈ ജനറ്റിക് പിഗ്മെന്റേഷൻ ഇല്ല. അപ്പൊ ഇത്രയാണ് എനിക്കറിയുന്ന പിഗ്മെന്റേഷൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഞാൻ ഇതിൽ പറയാത്ത ഏതെങ്കിലും കൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിലൊന്നും നിങ്ങളുടെ കൺസേൺ ഇൻക്ലൂഡ് ആയിട്ടില്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് ഈ പിഗ്മെന്റേഷൻ, ഈ ഇത്രയും പിഗ്മെന്റേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടയേഴ്സ് ആയിട്ടായിരിക്കും പറയുന്നത്. ആദ്യത്തത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്കൊരു ഒരു പ്രോപ്പർ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയന്റ് ആണ് ആദ്യം പറയുന്നത്. അതിൽ 2 എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ട്രീറ്റ്മെന്റ്സ് ആണ്. അത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ വെച്ച് മാത്രം യൂസ് ചെയ്യാം. ആദ്യത്തെ ഹൈഡ്രോക്വിനോയിൻ ഇസ് എ സ്റ്റാർ ഇൻഗ്രീഡിയന്റ്. അതായത് ദി സ്ട്രോങ്ങസ്റ്റ് മെലാനിൻ സപ്രസർ ആണ് ഹൈഡ്രോക്വിനോയിൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഇത് സൈക്ലിംഗ് മെത്തേഡിലായിരിക്കും കൂടുതലും യൂസ് ചെയ്യേണ്ടത്. അതായത് ചിലപ്പോൾ നിങ്ങൾ 2 മാസം യൂസ് ചെയ്യും, 2 മാസം നിങ്ങൾ പോസ് ചെയ്യും, 2 മാസം യൂസ് ചെയ്യും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ 3 മാസം ഇങ്ങനെ. ഇത് ഈ ഒരു സൈക്ലിംഗ് മെത്തേഡ് ആയിരിക്കും. അത് ഡോക്ടർ കറക്റ്റ് പറഞ്ഞുതരും നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തതും പ്രിസ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് റെറ്റിനോയിഡ്. അതിൽ ഹൈ സ്ട്രെങ്ത് റെറ്റിനോയിഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. റെറ്റിനോയിഡ്, അസാറോട്ടിൻ പോലുള്ള അതും പ്രിസ്ക്രിപ്ഷൻ ഇതായതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ കൺസൾട്ടേഷനിൽ മാത്രം യൂസ് ചെയ്യുക. പക്ഷെ അടിപൊളിയാണ്. ഓൾമോസ്റ്റ് എല്ലാ കൺസേണിനും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കറക്റ്റ് തുടങ്ങേണ്ട സമയത്ത് തുടങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ സ്കിൻ അടിപൊളിയായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈവൻ നമ്മളെ ഈ ഓൾമോസ്റ്റ് എല്ലാ പിഗ്മെന്റേഷൻ കൺസേണിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെറ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മൂന്നാമത്തെ സാധനമാണ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. നല്ല ഫോർമുലേഷൻ ഉള്ള സാധനമായി. ഞാനത് എന്തായാലും പിൻ ചെയ്തേക്കാം ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ട്രാനക്സാമിക് ആസിഡ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അടിപൊളി. ഈവൻ ഹോർമോണൽ പിഗ്മെന്റേഷന് പോലും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ട്രാനക്സാമിക് ആസിഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ടയർ 1 ഞാനത് ആഡ് ചെയ്യണമെങ്കിൽ അത് അത്ര നല്ല ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ടയർ 1 3 ഇൻഗ്രീഡിയന്റിൽ മൂന്നാമത് ട്രാനക്സാമിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടയർ 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന മൈൽഡ് പിഗ്മെന്റേഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കോജിക് ആസിഡ്, ആൽഫ ആൽബിറ്റൻ, നയാസിനമൈഡ്, അസിലിക് ആസിഡ്, വിറ്റമിൻ സി, ഇതെല്ലാം നമ്മളെ പിഗ്മെന്റേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. കൺസേൺ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യണത് മാറ്റണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഇതും ഈ ടയർ 2 ടയർ 1 നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആൽഫ ആൽബിറ്റൻ ആൻഡ് ട്രാനക്സാമിക് ആസിഡ് ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അസിലിക് ആസിഡ് മോർണിംഗിലും
റെറ്റിനോയിഡ് നൈറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ടയർ 2 വരുന്നത്. ഇനി ടയർ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോർമുലേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. പിഗ്മെന്റേഷൻ റിലേറ്റഡ് ഫോർമുലേഷൻസിൽ ഈ ഇൻഗ്രീഡിയൻസ് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ലിക്കറൈസ് എക്സ്ട്രാക്ട് ഉണ്ട്, ബെയർബെറി എക്സ്ട്രാക്ട്, മൾബറി എക്സ്ട്രാക്ട്, സിസ്റ്റിയാമൈൻ, റെസോൾസനോൾ ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ ടോപ്പിക്കൽ ഫോംസ്. ഇതെല്ലാം ഇങ്ങനെ ഒരു ഫോർമുലേഷൻ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ടയർ 4 ഞാൻ പറയാൻ പോകുന്ന എക്സ്ഫോളിയൻസിനെ പറ്റിയാണ്. ഇത് ഡയറക്റ്റ് പിഗ്മെന്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമല്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇത് ഹെൽപ്പ് ചെയ്യുന്നത് പിഗ്മെന്റേഷന് വേണ്ടിയിട്ടാണ്. അതായത് AHA, BHA. AHA എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, BHA എന്ന് പറയുമ്പോൾ സാലിസിലിക് ആസിഡ് ആൻഡ് BHA. ആൻഡ് ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ഡെഡ് സ്കിൻ റിമൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂടെ ഓവറോൾ നമ്മൾ കണ്ടിന്യൂസ് യൂസേജിൽ നമ്മളെ സ്റ്റോൺ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതാണ് ഇത് ചെയ്യുന്നത്. അതായത് ടർമറിക് എക്സ്ട്രാക്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുപോലെ സാഫ്രൺ എക്സ്ട്രാക്ട്, റൈസ് എക്സ്ട്രാക്ട്, ഫെർമെന്റഡ് എക്സ്ട്രാക്ട്സ്. ഇതെല്ലാം നമ്മുടെ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി പാർട്ട് 3 നമ്മൾ നമ്മളെ കൺസേണും നമ്മുടെ ഇൻഗ്രീഡിയന്റുമായിട്ട് മാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാം. മോർണിംഗ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊട്ടക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. രാത്രി ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായാലും. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എങ്ങനെ ഏത് സമയത്ത് AM ലാണോ PM ലാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ സ്കിൻ കൺസേൺ എന്തായിരുന്നു ഞാൻ പറഞ്ഞ ടാനിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. ഒരു AHA പീൽ യൂസ് ചെയ്ത് വീക്ക്ലി വൺസ് നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. വിറ്റമിൻ C സെറം നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നയാസിനമൈഡും നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി വിറ്റമിൻ C ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എവിടെയൊക്കെ വിറ്റമിൻ C പറയുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ 3 സാധനം വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. ഒന്നെങ്കിൽ അസലൈക് ആസിഡ്, അല്ലെങ്കിൽ കോജിക് ആസിഡ്, അല്ലെങ്കിൽ ആൽഫ ആർബ്യൂട്ടിൻ. ഓക്കെ, അപ്പൊ ഈ വിറ്റമിൻ C പറ്റാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ വിറ്റമിൻ C ഏത് ഫോമാണ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റാന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിൽ വേറെ ഏതെങ്കിലും വെച്ച് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കൺസേൺ എന്ന് പറയുന്നത് ഡൾനെസ് ആണ്. ഡൾനെസ്സിൽ നമുക്ക് 3 പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഒന്ന് എക്സ്ഫോളിയേഷൻ, വീക്ക്ലി വൺസ് എക്സ്ഫോളിയേഷൻ എന്തായാലും വേണം. പിന്നെ വേണ്ടത് ഒരു വിറ്റമിൻ C സെറം. വിറ്റമിൻ C ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ആൽഫ ആർബിറ്റിനോ കോജിക് ആസിഡോ അല്ലെങ്കിൽ അസിലേക്ക് ആസിഡോ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പയർ ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ ബാരിയർ റിപ്പയറിംഗ് ക്രീം നിങ്ങൾ ഉപയോഗിക്കുക. ഡെയിലി ഒരു 3 നേരമെങ്കിലും ക്രീം ഉപയോഗിക്കാൻ നോക്കുക. കണ്ടിന്യൂസ് ബാരിയർ റിപ്പയറിംഗ് ക്രീം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സ്കിന്ന് ബെറ്ററായി വരുന്നത് നിങ്ങൾക്ക് ഗ്രാജുവലി അറിയാൻ പറ്റും. ഓക്കെ, ഇനി 3ാമത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ മൈൽഡ് പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൽഫ ആർബ്യൂട്ടിൻ ആൻഡ് നയാസിനമൈഡ് യൂസ് ചെയ്യും. എപ്പോഴും ആലോചിക്കാൻ നയാസിനമൈഡ് എന്തെങ്കിലുമായിട്ട് കമ്പൈൻ ആവുമ്പോഴാണ് നല്ല റിസൾട്ട് തരുക. ഓക്കെ, അപ്പൊ ആൽഫ ആർബ്യൂട്ടിൻ നിങ്ങൾ AM റൂട്ടീനിൽ ആൽഫ ആർബ്യൂട്ടിൻ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക, ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്യുക, മോയിസ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ ചെയ്യുക. അത് കഴിഞ്ഞ് PM റൂട്ടീനിൽ നയാസിനമൈഡ്, ക്ലെൻസർ, നയാസിനമൈഡ്, മോയിസ്ചറൈസർ, ഇങ്ങനെ പോവുക. ഇതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന റൂട്ടീനാണ്. നെക്സ്റ്റ് കൺസേൺ PIH അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നി മാർക്സ് ഉള്ളവർ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കോജിക് ആസിഡ്, അസിലേക്ക് ആസിഡ് ആൻഡ് റെറ്റിനോയിഡ്സ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടേഷൻ ബേസിൽ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പം നല്ല ടോളറേറ്റ് ചെയ്യുന്ന സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് റെറ്റിനോയിഡ്സ്, വീക്ക്ലി ട്വൈസ് കോജിക് ആസിഡും, വീക്ക്ലി ട്വൈസ് അസിലേക്ക് ആസിഡ് യൂസ് ചെയ്യാം. ആൻഡ് ബാക്കി വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ബാരിയർ റിപ്പയറിംഗ് ക്രീം മാത്രം യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ എല്ലാവർക്കും ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ സ്കിൻ ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യുക. ആദ്യം നിങ്ങൾ റെറ്റിനോയിഡ് യൂസ് ചെയ്ത് നോക്കുക. വീക്ക്ലി വൺസ് വെച്ച് മെല്ലെ യൂസ് ചെയ്ത് സ്കിൻ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് മെല്ലെ ആഡ് ഓൺ ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് PIH ഉള്ളവർ യൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി അടുത്ത കൺസേൺ മെലാസ്മ ഉള്ളവർ യൂസ് ചെയ്യേണ്ട ട്രാനക്സാമിക് ആസിഡ് ആൻഡ് റെറ്റിനോയിഡ്സ് ആണ്. മോർണിംഗ് റൂട്ടീനിൽ ട്രാനക്സാമിക് ആസിഡ് ആഡ് ചെയ്യുക. നൈറ്റ് റൂട്ടീനിൽ വീക്കിലി ഒരു ത്രൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് റെറ്റിനോയിഡ്സ് ആഡ് ചെയ്യുക. നല്ലോണം വർക്ക് ചെയ്യും. പക്ഷെ എല്ലാ മെലാസ്മയും ഈ സാധനത്തിൽ പോയില്ല. ചിലർക്ക് ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മെലാസ്മ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി പോയി ഒരു ഡോക്ടറെ കാണുക. ആൻഡ് മെലാസ്മ ഉള്ളവർ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഉറപ്പ് വരുത്തുക. ഓക്കെ,
ഇപ്പൊ മെലാസ്മ കഴിഞ്ഞു. ഇനി അടുത്തത് ഡാർക്ക് സ്പോട്സ് ആൻഡ് ഏജ് സ്പോട്സ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കോജിക് ആസിഡും റെറ്റിനോയിഡ്സും മാറി മാറി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ചിലർക്ക് റെറ്റിനോയിഡ്സ് എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും യൂസ് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല, വീക്ക്ലി വൺസ് ഒക്കെ പറ്റുള്ളൂ. അപ്പൊ വീക്ക്ലി വൺസ് വെച്ച് തുടങ്ങാം. സ്കിൻ ഒന്ന് ടോളറേറ്റ് ചെയ്യാൻ പോകും, വീക്ക്ലി ട്വൈസ് ആക്കുക, പിന്നെ വീക്ക്ലി ത്രൈസ് ആക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിൻ. ജനറ്റിക് പിഗ്മെന്റേഷൻ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യാനുണ്ടാവും. ജനറ്റിക് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് കൂടുതലും ഞാൻ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡെർമാറ്റിനെ പോയി കണ്ടിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അന്വേഷിക്കും. കാരണം ഒരു സാധാ ഇങ്ങനത്തെ ക്രീമിലും ഇതിലൊന്നും മാറില്ല. അപ്പൊ ഞാൻ വെറുതെ റാൻഡമായിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ പറയാത്തത് കേട്ടോ. അതാണ് ഈ ജനറ്റിക് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ. കാരണം ഇങ്ങനെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ആണത്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ ഒരു ക്രീമിൽ മാറും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഡെർമാറ്റിനെ പോയി കാണുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന നമ്മൾ ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യത് സ്കിപ്പിംഗ് സൺസ്ക്രീൻ. സ്കിപ്പിംഗ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റിംഗ് മണി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഇത്രയും പിഗ്മെന്റേഷന് വേണ്ടി ചെയ്തിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്ന പോയി, പിന്നെ ഒരു ഉപയോഗം കിട്ടാൻ പോകണില്ല. അപ്പൊ ആദ്യം വേണ്ടത് സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, പലരും ചിന്തിക്കുന്നത് നയാസിനമൈഡ് വിൽ വർക്ക് ഫോർ എവറിത്തിങ് എന്നാണ്. ബട്ട് ഇറ്റ് ഡസ് ഇറ്റ്. നയാസിനമൈഡ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ഇൻഗ്രീഡിയന്റ് മാത്രമാണ്. അതായത് അതിന് വേറെ ഇൻഗ്രീഡിയൻസ് വെച്ചൊരു സപ്പോർട്ട് ഇട്ടാൽ മാത്രമേ നല്ല രീതിയിൽ വർക്ക് ആവുള്ളൂ. അതായത് നയാസിനമൈഡ് ആൻഡ് ട്രാനക്സാമിക് ആസിഡ് ഒരുമിച്ചാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്ക് ആവും. അല്ലാതെ നയാസിനമൈഡ് ഒറ്റയ്ക്കാണെങ്കിൽ അതിന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാജിക്കൽ റിസൾട്ട് തരാൻ പോകില്ല. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഡീപ്പ് പിഗ്മെന്റേഷൻ മാറ്റില്ല. അതായത് ഞാൻ ടയർ 3 പറഞ്ഞ ഇൻഗ്രീഡിയൻസും ടയർ 4 അതർ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് മെൻഷൻ ചെയ്തതും നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഡയറക്റ്റ് മാറ്റാൻ പറ്റുന്ന സാധനങ്ങളല്ല. അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നതും കമ്പൈൻ ചെയ്യുമ്പോഴും ഒക്കെയാണ് നല്ല രീതിയിൽ റിസൾട്ട് തരാം. അല്ലാണ്ട് ഒരിക്കലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറ്റാൻ പോകുന്നില്ല. ഇനി അടുത്തത് വിറ്റമിൻ സി. വിറ്റമിൻ സി ഒരിക്കലും മെലാസ്മ ട്രീറ്റ് ചെയ്യില്ല. മെലാസ്മ ഉണ്ട് എന്നിട്ട് വിറ്റമിൻ സി കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം വിറ്റമിൻ സി മെലാസ്മ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ല. നിങ്ങൾക്ക് ആകെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ ട്രാനക്സാമിക് ആസിഡ് ആൻഡ് റെറ്റിനോയിഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ റിസൾട്ട് കണ്ടില്ലെങ്കിൽ ഡെർമാറ്റിന് പോയി കണ്ടിട്ട് ഹൈഡ്രോക്വിനോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. സൺസ്ക്രീൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഓവർ എക്സ്ഫോളിയേഷൻ ഈസ് ഈക്വൽ ടു ഓവർ പിഗ്മെന്റേഷൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് എക്സ്ഫോളിയേഷൻ ഒരുപാട് ചെയ്യരുത്. എക്സ്ഫോളിയേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. വീക്ക്ലി 1 or 2 മാക്സിമം. അതിൽ കൂടുതൽ എക്സ്ഫോളിയേഷന്റെ ആവശ്യം നമ്മളെ സ്കിന്നിന് ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചങ്ങോട്ട് സെറ്റാക്കി വെക്കുക. കാരണം അറിയാതെ നമുക്കിങ്ങനെ ഒരു ത്വര വരും, എക്സ്ഫോളിയേറ്റ് ചെയ്യാം ചെയ്യരുത്. വീക്ക്ലി വൺസ് ചെയ്തു നോക്കുക. അത് നല്ല രീതിയിൽ വർക്ക് ആവാൻ വേണ്ടി വീക്ക്ലി വൺസ് വെച്ച് തന്നെ പോവുക. വീക്ക്ലി 2 വരെ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്തോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി DIYs അല്ലേ ഇത്രയും നേരം കാത്തിരുന്നത്. ഓക്കെ, DIYs പറഞ്ഞുതരാം. ഇതിൽ ഞാൻ പറയാം ഏറ്റവും ലാസ്റ്റ് ആണ് എന്റെ ഫേവറേറ്റ് സാധനം. അത് ഞാൻ കണ്ടിന്യൂസ് മിക്കവാറും യൂസ് ചെയ്യാൻ ഒരു ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. ഈ ലാസ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ആദ്യത്തത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ ടോണർ ആണ്. ഗ്രീൻ ടീ ടോണർ നിങ്ങൾ ഗ്രീൻ ടീ സാഷേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് 2 എടുക്കുക. എന്നിട്ട് 150 ml വെള്ളം എടുക്കുക. നല്ല രീതിയിൽ അത് തിളപ്പിച്ച് ഗ്രീൻ ടീ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ഒരു 100 ml ആക്കുക. ഒരു സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. 3 to 4 days നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ബാച്ച് ഉണ്ടാക്കുക. ഈ യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെയിലത്ത് പോയി വന്നിട്ട് നല്ലോണം മുഖം കഴിഞ്ഞിട്ട് ഈ ടോണർ യൂസ് ചെയ്യാം. എപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല സൂത്തനിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മെല്ലെ നമ്മുടെ സ്കിൻ ഒന്ന് ബെറ്റർ ആയിട്ട് വരണം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗ്രീൻ ടീ ടോണർ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇനി രണ്ടാമത് നിങ്ങൾക്ക് റൈസ് വാട്ടർ ടോണർ. അത് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ കൺസേൺ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ ഈ റൈസ് വാട്ടർ ടോണറും അടിപൊളിയായിട്ട് പോകും. നമുക്ക് 2 രീതിയിൽ റൈസ് വാട്ടർ ടോണർ ഉണ്ടാക്കാം. ഒന്ന്, റൈസ് എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെറുതെ റൈസ് നല്ലോണം വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു 24 to 48 hours വെച്ചിട്ട് നല്ല രീതിയിൽ ഫെർമെന്റ് ആകുമ്പോൾ ഒരു പുളിച്ചൊരു സ്മെല്ല് വരും. അത് വന്ന് കഴിഞ്ഞിട്ട് അത് സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്യാം. ഇതും നല്ല രീതിയിൽ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഒരു ഫേസ് മാസ്ക് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് റൈസ് ഫ്ലവർ വേണം, ഹണി വേണം, അരിപ്പൊടി, ഹണി ആൻഡ് മിൽക്ക്. ഇത് 3 നിങ്ങൾക്ക് വേണ്ടത്. ഇത് 3 കൂടെ നിങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് മുഖത്തിട്ട് കുറച്ച് നേരം, ഒരുപാട് എക്സ്ട്രീം ഡ്രൈ ആവണ്ട, ഒരു വിധം ഡ്രൈ ആവണം. ഒരു 15 to 20 minutes ലീവ് ഓൺ ചെയ്തിട്ട് അധികം സ്ക്രബ് ചെയ്യാതെ മെല്ലെ വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇത് നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ്. മൈൽഡ് ആയിട്ടുള്ള മാസ്കാണ്. നമുക്ക് അധികം സ്കിന്നിന് വേറെ ടിയേഴ്സോ അങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത ഒരു തരം മാസ്കാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്
കേർഡും ടേമറിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ കേർഡും ടേമറിക്കും ഒരേ അളവിലൊന്നും എടുക്കരുത്. കേർഡ് കുറെ എടുക്കുക, ടേമറിക്ക് ഒരു പിഞ്ച് എടുക്കുക. ഇപ്പൊ 2 സ്കൂപ്പ് കേർഡ് എടുത്താൽ 1 പിഞ്ച് ടേമറിക് എടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് നേരം 20 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ടോണർ പറഞ്ഞു തന്നു, 2 ഫേസ് മാസ്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത ലാസ്റ്റ് വൺ, എന്റെ ഫേവറേറ്റ് സാധനം ലിക്കറൈസ് അലോവേര ഫേസ് മാസ്ക്. അതിൽ വേണ്ട സാധനങ്ങൾ ഒന്ന് അലോവേരയും ഒന്ന് ലിക്കറൈസ് പൗഡറും ആണ്. ലിക്കറൈസ് അതിമധുരം അല്ലെ, അതിമധുരം ഇഷ്ടിമധു എന്നൊക്കെ പറയും. ആ സാധനം അതെടുക്കുക, അതിന്റെ കുറച്ച് പൊടി എടുക്കുക, അതില് അലോവേര ജെല്ല് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലത്, അത് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ജെല്ലായിട്ട് ഉണ്ടെങ്കിൽ 99% അലോവേര ജെല്ല് ഞാൻ മെൻഷൻ ചെയ്തേക്കാം, അതെല്ലാം നല്ല ജെൽസ് ആണ്. ആ ജെല്ല് എടുക്കുക, അത് കുറച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 15, 20 or 30 മിനിറ്റ്സ് വെച്ചോ, എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. അയ്യോ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ എന്റെ അടുത്ത് താങ്ക്സ് പറയും. ഇത് ഒരു ദിവസം ഒന്ന് യൂസ് ചെയ്തിട്ട് അടിപൊളിയല്ലാന്നൊന്നും പറയരുത്. വീക്ക്ലി ട്വൈസ് നിങ്ങളൊരു 2 months യൂസ് ചെയ്തിട്ട് എന്റെ അടുത്ത് റിസൾട്ട് ഒന്ന് പറയാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇത്രയാണ് DIYs. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന്. ഈവൻ എല്ലാ ലിങ്ക്സും കാര്യങ്ങളും പ്രൊഡക്ട്സും എല്ലാം ഞാൻ ഒന്നെങ്കിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, എന്റെ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിക്കുക. അതിനകത്ത് നല്ല 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 എക്സ്ട്രാ സാധനങ്ങൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരണയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ വായിച്ചിരിക്കണം കേട്ടോ. അപ്പോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ആ കൺസേൺസ് കമന്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കമന്റ് ഇട്ടോ. എന്ത് കമന്റ് ഞാൻ സ്വീകരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.